മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. അന്ന് ഡിന്നർ ടേബിളിൽ വെച്ച് നൈറ്റ് റൈഡർ ചെറിയൊരു അനൗൺസ്മെന്റ് നടത്തി. ഇത്തവണ ഇലക്ഷനിൽ മേയറാവാൻ ലൂക്ക നിൽക്കും. അപ്പൊ ജോണി ചായനോ? രാഷ്ട്രീയത്തിന്റെ ABCD അറിഞ്ഞൂടാത്ത ഇവൻ മേയറാകാനോ? ഇതുവരെ ജയിക്കാൻ പറ്റാത്ത നീ രാഷ്ട്രീയം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇനി എന്നോട് ചോദിച്ചിട്ട് വേണം. അതും ശരിയാണ്. ഇത് നമ്മുടെ പാർട്ടി പെർഫ്യൂമാണ്. ഇതിന് നോട്ടിന്റെ മണമാണ്. ഇത് അടിച്ചിട്ട് എവിടെ ചെന്നാലും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടും. അടിച്ചോ. നമുക്കിനി ഇത് വേണ്ടപ്പാ. വേണമെങ്കിൽ വേണ്ടാന്നും വെക്കാം. ഇത്തവണത്തെ പ്രകാശ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആ ജോണിന്റെ മകനെന്നാ കേട്ടെ. ജോണിന്റെ മോനോ? ഒരു തടിയൻ ചെക്കൻ. എന്റെ വയറ് കണ്ട. വരട്ടെ, ന്യൂ ജനറേഷൻ വരട്ടെ. സഖാവേ, ചിന്നപ്പ് പൊടിക്കൂടെ ചിന്നപ്പ്. ഓക്കെ മതി. തെണ്ടിക്കോ പിരിവെടുത്തോ മോട്ടിച്ചോ എനിക്കറിയണ്ട. വൈകുന്നേരം ആകുമ്പോ 200 ഫ്ലെക്സ് കയറണം ടൗണില്. ബോട്ടം. യെസ് സഖാവേ. നീ എന്താ വിളിച്ചേ? സഖാവിനാ? സാറേന്ന് വിളിക്കട്ടെ. സാറേ അങ്ങനെ പറഞ്ഞു പഠിക്കാം. ഇത്തവണ നമുക്ക് കുറച്ച് പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കണം. ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, വായിക്കാം. രാജേഷ് KR, ഗ്ലിഗേഷ് മുഹമ്മദ്, ക്രിസ്റ്റി ഡാനിയൽ, രാഘവൻ മാസ്റ്റർ, ദിനീഷ് DK, രാഖി A, ക്ലിന്റൺ PJ. പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ, പ്രകാശം പരക്കട്ടെ. അഞ്ച് ബുദ്ധിജീവികളെ പ്രസംഗിക്കാൻ വിട്ടോ കേട്ടാ. ജോണേ, നിന്റെ മോൻ തടിയനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവനൊരു വെള്ളപ്പന്നിയാണല്ലോടോ. മോനെ തടിയാ, ദാസങ്ങള് പറയുന്ന കേക്ക്. പോകുന്ന വഴിക്ക് 2 ബർഗറും വാങ്ങി തിന്ന് വീഡിയോ ഗെയിമും കളിച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കേ. നിനക്കൊന്നും പൊളിറ്റിക്സിനെ കുറിച്ച് ചുക്കും അറിയില്ല, മനസ്സിലായോ? നീയൊക്കെ വെറും ശിശു. ഇതെന്താടാ, മേഘക്കൂട്ടത്തിൽ പെട്ടതുപോലെ? ഇനി ഇവനാണാ മേഘരൂപൻ?
തടിയനെ അവന്റെ ശത്രു ദാസൻ തന്നെ ഫേമസ് ആക്കി കഴിഞ്ഞിരുന്നു. മാവേലി നീ വേണം നിന്മണ്ണാകെ നിണം മാക്കാനാടുന്നൊരീ അങ്കണം. അവൻ ആദ്യം ജനങ്ങളുടെ ക്യൂരിയോസിറ്റി വളർത്തി. തടിയൻ ചെല്ലുന്നിടത്തെല്ലാം ആൾക്കാർ തടിച്ചുകൂടി. വാഴാനായി നീ വേണം കേഴുന്നൊരീ നാട് കോഴക്കാർ വാങ്ങിയിടും മുൻപേ വേണം. ഞാൻ ചോദിക്കുകയാണ്, ആരായിരുന്നു ഈ പ്രകാശൻ? ഈ നാട്ടിലെ തവണപ്പിടുത്തക്കാർക്ക് പെട്രോമാക്സുകൾ വിറ്റ് സകല മാക്രികളെയും വധിക്കാൻ കൂട്ടുനിന്ന് തദ്വാര ഈ നാട്ടിലെ കൊതുകുകളുടെ വളർച്ചയ്ക്ക് കൂട്ടുനിന്ന കുലങ്കുത്തിയാണ് അയാൾ. പക്ഷെ തടിയൻ ആരെയും ചീത്ത വിളിച്ചില്ല, ആരോടും വാശിയും കാണിച്ചില്ല. നമസ്കാരം. അവന്റെ രീതിയിൽ കൊച്ചിക്കാരോട് സംസാരിച്ചു. സ്കൂളിൽ പോകുന്ന വഴി കുടിവെള്ളത്തിനായി കുടങ്ങൾ നിരത്തി കാത്തിരിക്കുന്ന അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി വന്ന് മരിച്ചൊരു കൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു. എനിക്ക് പൊളിറ്റിക്സ് അറിയില്ല, പക്ഷേ എനിക്ക് കൊച്ചി അറിയാം. പ്രകാശപ്പാപ്പന്റെ കൊച്ചുമോൻ എന്നുള്ള നിലയിലും ലൂക്കാച്ചനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടായി. റീതാമ്മ, അത് നമ്മുടെ പ്രകാശേട്ടന്റെ കൊച്ചുമകനാണല്ലോ. ആണാ? അത് പറ. അതാണൊരു ഫെമിലിയർ. അവന്റെ ഷോളർ വിരിവ് കണ്ടാ മകളെ? കണ്ണുന്നടച്ചയ്യോ പൂച്ചക്കുഞ്ഞായിടാൻ മിണ്ടാതിരുന്നിടാൻ വയ്യേ വയ്യേ. ജോസഫ് മിണ്ടാതിരി, നടക്ക്, മുമ്പോട്ട് നടക്ക്. പ്രകാശം പറക്കട്ടെ, പ്രകാശം പറക്കട്ടെ, പ്രകാശം പറക്കട്ടെ. മറ്റേ ദാസൻ ചെയ്യിക്കും. ഇവിടെ നിന്ന് മീൻ പിടിക്കണ തടിയൻ പയ്യനാണ്, അവനെ ജയിക്കുള്ളൂ. ഈ തടിയൻ തനി തങ്കമാണ് കേട്ടോ. ദാസൻ തോറ്റു തൊപ്പിയിടും. ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടോ.